സർ, ബഹുമാന്യായ മുൻ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച പ്രശ്നം പലതും ഇപ്പോൾ വസ്തുതകളുമായി ചേർന്ന് നിൽക്കുന്നതല്ല. കുറച്ചു കാലം മുമ്പാണെങ്കിൽ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ ശരിയാണ്. അദ്ദേഹം ഇവിടെ പറഞ്ഞത് മാനേജറിയൽ സബ്സിഡി ഒന്നും കൊടുത്തിട്ടില്ല, പ്രൊഡക്ഷൻ ആൻഡ് മാർക്കറ്റിംഗ് ഇൻസെന്റീവ് ഒന്നും കൊടുക്കുന്നില്ല, മാർക്കറ്റ് ഡെവലപ്മെന്റ് അസിസ്റ്റന്റ് ഒന്നും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അത് വസ്തുക്കൾക്ക് നിരക്കുന്നതല്ല. എന്നാൽ കെയർ മേഖലയ്ക്കകത്തൊരു പ്രതിസന്ധി വളരെ രൂക്ഷമായി നിലനിന്നിരുന്നു. ഇപ്പോഴും പ്രതിസന്ധി പൊതുവെ പരമ്പരാഗത മേഖല തുടരുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ അങ്ങ് തന്നെ ഈ സഭയിൽ ആവശ്യപ്പെട്ടിരുന്നു, നേരത്തെ കൊയർഫെഡ് ചകിരി സംഭരിക്കുന്നു, ആ ചകിരി സംഘങ്ങൾക്ക് കൊടുക്കുന്നു, സംഘങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കൊയർഫെഡ് തിരിച്ച് സംഭരിക്കുന്നു. എന്നാൽ ചകിരിയുടെ വില പ്രശ്നം വന്നപ്പോൾ അങ്ങ് തന്നെ, ഞാനൊക്കെ മന്ത്രിയായ തുടക്കത്തിൽ ഈ സഭയിൽ ആവശ്യപ്പെട്ടിരുന്നു, സംഘങ്ങൾക്ക് വിപണിയിൽ നിന്നുകൂടി ചകിരി വാങ്ങിക്കാൻ അനുമതി നൽകണം. അത് അങ്ങയുടെ കൂടി അഭ്യർത്ഥന മാനിച്ചാണ് നമ്മളെല്ലാവരും യോഗം ചേർന്ന് ആ തീരുമാനമെടുത്തു. യഥാർത്ഥത്തിൽ ആ തീരുമാനത്തോട് ആദ്യം എനിക്ക് യോജിപ്പുണ്ടായിരുന്നില്ല. കാരണം കയർഫെഡ് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ചകിരി ഈ സംഘങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് ചകിരി വാങ്ങിക്കുന്നു. ആ ചകിരി കയറായി മാറുമ്പോൾ നമ്മുടെ സർക്കാരിന്റെ ജനങ്ങളുടെ പണം കൊടുത്തിട്ട് അതിന് പൂർണ്ണമായിട്ട് നമ്മൾ സബ്സിഡി നൽകേണ്ടതുണ്ടോ എന്ന പ്രശ്നം ഉണ്ടെങ്കിൽ പോലും സംഘങ്ങൾ ചലിക്കേണ്ടതുണ്ട് എന്ന പൊതു അഭിപ്രായത്തെ മാനിച്ചിട്ടാണ് നമ്മളെന്ന തീരുമാനമെടുത്തത്. കേരളത്തിലെ കെയർ മേഖല അടിസ്ഥാന പ്രശ്നം എന്തായിരുന്നു? ഞങ്ങൾ നോക്കുമ്പോൾ അങ്ങയുടെ ഗവൺമെന്റിന്റെ സമയമാകാം, പിന്നീടുള്ള കാലമാകാം, രണ്ട് കാര്യങ്ങൾ കുറെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഉൽപാദനം, സംഭരണം മാത്രമാണ്, വിപണനം ഉണ്ടായിരുന്നില്ല. സംഭരിക്കുന്നത് കൂടുന്തോറും ഗോഡൌണുകൾ തുടർച്ചയായി വാടകയ്ക്ക് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഗോഡൌണുകൾക്കകത്ത് ഇരിക്കുന്നത് വിറ്റ് തീർക്കുന്ന പദ്ധതി ഏറ്റെടുത്തു. അതിന്റെ ഭാഗമായി നല്ല രീതിയിൽ കൊയർ കോർപ്പറേഷന്റെ കയർ ഉൽപ്പന്നങ്ങളും നമുക്ക് വിൽക്കാൻ കഴിഞ്ഞു. എത്രയോ കാലങ്ങളായിട്ടുള്ളതാണ്. പിന്നീട് അങ്ങ് പറഞ്ഞ് ഞങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കുറവാണെന്ന് പ്രത്യേകം ഒരു വിദഗ്ധ സമിതിയെ തന്നെ നിയോഗിച്ചു. ഞാൻ തന്നെ പങ്കെടുത്ത് 5-6 യോഗം ചേർന്നിട്ടുണ്ട്. എക്സ്പോർട്ടേഴ്സും ഉൾപ്പെടെ അങ്ങ് പറഞ്ഞല്ലോ തമിഴ്നാട്ടിലേക്ക് പോകുന്ന കാര്യം. ഇപ്പോഴല്ല, നേരത്തെ പോയിട്ടുണ്ട്, തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഞങ്ങൾ പോകുന്നതിന് അടിസ്ഥാനമായ ഒരു പ്രശ്നം ഉന്നയിച്ചു. ആ പ്രശ്നം കേരളത്തിലെ കൂലിഘടന ബേസിക് ഇൻറ്റു ഡി ആണ്, അശാസ്ത്രീയമാണ്, 60 വർഷമായി തുടരുന്നതാണ്. ഇതിനകത്ത് മാറ്റം ഉണ്ടാകണം. ഇന്ന് നമ്മളോടൊപ്പം ഇല്ലാത്ത കയർ മേഖലയിലെ പരിണിതപ്രജ്ഞനായ ട്രേഡ് യൂണിയൻ മേധാവ് ശ്രീ ആനന്ദൻ സഹോദരന്റെ മുൻകൈയെടുത്ത് എല്ലാ യൂണിയനുകളും ചേർന്ന് അവസാനം ആദ്യമായി 60 വർഷത്തോളം എന്ന തർക്കം പരിഹരിക്കാൻ നമുക്ക് കഴിഞ്ഞു. എക്സ്പോർട്ടേഴ്സ് ഉൾപ്പെടെ പുതിയ പ്രൊഡക്ഷൻ കേന്ദ്രങ്ങൾ ആരംഭിക്കുകയാണ്. അതിനുശേഷം ഇൻവെസ്റ്റ്മെന്റ് ഉൾപ്പെടെ കേരളത്തിൽ വന്നിട്ടുണ്ട്. ഞാൻ എല്ലാ വിശദാംശങ്ങളിലേക്കും പോകുന്നില്ല. ഈ സർക്കാർ വന്നതിന് ശേഷം 412 കോടി രൂപ കയർ മേഖലയ്ക്കകത്ത് ചെലവഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ 496 കയർ സംഘങ്ങൾക്ക് ഈ സാമ്പത്തിക വർഷം 5.57 കോടി രൂപ വർക്കിംഗ് ക്യാപിറ്റലായി അനുവദിച്ചു. അതിൽ സംഘങ്ങൾക്ക് മാത്രമല്ല, ഫോമാറ്റിംഗ് സൊസൈറ്റികൾക്ക് കൂടി ആദ്യമായിട്ടാണ്, ചരിത്രത്തിൽ ആദ്യമായി അവർക്കും, ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി അവർക്കും ഇത്തവണ പ്രവർത്തന മൂലധനം അനുവദിച്ചു. ഇതുൾപ്പെടെ ഈ സാമ്പത്തിക വർഷം, ഇപ്പോൾ ഈ കഴിയുന്ന സാമ്പത്തിക വർഷം 81.72 കോടി രൂപ വിതരണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മാനേജറിയൽ സബ്സിഡി 4 കോടി രൂപ ബഡ്ജറ്റ് വകയിരുത്തിയിരുന്നു. അത് 257 സംഘങ്ങൾക്ക് 1.47 കോടി രൂപ ഇതിനകം അനുവദിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പ്രൊഡക്ഷൻ ആൻഡ് മാർക്കറ്റിംഗ് ഇൻസെന്റീവ് PMI സ്കീമിൽ 432 സംഘങ്ങൾക്ക് 8.28 കോടി രൂപ ഈ സാമ്പത്തിക വർഷം അനുവദിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ സാമ്പത്തിക വർഷം അങ്ങ് പറഞ്ഞ MDA സ്കീമിൽ 13.9 കോടി രൂപ അനുവദിച്ചു കഴിഞ്ഞു, വിതരണം ചെയ്തു കഴിഞ്ഞു. 2021 ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം 26 കോടി രൂപ സംസ്ഥാന വിഹിതം നൽകിയിട്ടുണ്ട്. എന്നാൽ അങ്ങയ്ക്ക് വളരെ കൃത്യമായി അറിയാവുന്നതുപോലെ, എന്നാൽ അങ്ങ് ഉന്നയിക്കാൻ വിട്ടുപോയതായിരിക്കും, നമുക്ക് ഒരു ഭാഗം യൂണിയൻ ഗവൺമെന്റിന് ലഭിക്കണം, കെയർ ബോർഡ് വഴി ലഭിക്കേണ്ടതാണ്. 22.1 കോടി രൂപ കെയർ ബോർഡിൽ നിന്ന് ലഭിക്കേണ്ടത് നമുക്ക് ലഭിച്ചിട്ടില്ല. അപ്പോൾ യൂണിയൻ വിഹിതത്തിന് കാത്തു നിൽക്കാതെ തന്നെ സംസ്ഥാന വിഹിതം എടുത്ത് കൊടുക്കുന്ന രീതിയാണ് ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത്. ഇൻകം സപ്പോർട്ട് പദ്ധതിയിൽ 18,847 കയർ തൊഴിലാളികൾക്കായി 16.23 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്, വിതരണം ചെയ്തു കഴിഞ്ഞു. ചെറുകിട ഉൽപാദന സംഘങ്ങളിൽ നിന്ന് അങ്ങ് പറഞ്ഞല്ലോ, ഞാൻ നോക്കിയപ്പോൾ അങ്ങ് ഉള്ള കാലഘട്ടത്തിൽ, ഞാൻ പൊളിറ്റിക്കലായിട്ടുള്ള പറയുന്നത്, 11-16 ചെറുകിട ഉൽപാദന സംഘങ്ങളിൽ നിന്ന് ആകെ സംഭരിച്ചത് 410 കോടി രൂപയാണ്. ഈ 2 വർഷം കൊണ്ട് ഞങ്ങൾ 395 കോടി രൂപയുടെ ഉൽപ്പന്നങ്ങൾ സംഭരിച്ചു കഴിഞ്ഞു. ആ സംഭരിക്കുന്നത് വിപണനം ചെയ്യുന്നതിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. പിന്നീട് പരമ്പരാഗത കെയർ തൊഴിലാളികളുടെയും കെയർ സംഘങ്ങളുടെയും താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് തന്നെ കെയർഫെഡ് ചകിരിയും കയറും സംഭരിക്കുന്നതോടൊപ്പം
വിപണി മൂല്യമുള്ള വിവിധങ്ങളായ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായി കൊക്കോപോട്ട്, ഇനാക്കുലേറ്റഡ് വിത്ത് കൊക്കോപോട്ട് മുതലായ തയ്യാറാക്കി വിപണനം നടത്തി വരുന്നു. അങ്ങനെ ഒരു കാര്യം പറഞ്ഞു, കയർ ഭൂവസ്ത്രം വിപണി ഇല്ല, അതും വസ്തുതകൾക്ക് നിരക്കുന്നതല്ല. യഥാർത്ഥ കഴിഞ്ഞ ഗവൺമെന്റ് സമയത്താണ് ഈ വലപ്പായ കയർ ഭൂവസ്ത്രത്തിന്റെ ഉൽപ്പാദനത്തിലേക്ക് തിരിഞ്ഞത്. അങ്ങനെ 98.29 കോടി രൂപയുടെ ഭൂവസ്ത്രം കഴിഞ്ഞ ഗവൺമെന്റിന്റെ 5 വർഷക്കാലം കൊണ്ട് വിതരണം ചെയ്തു. എന്നാൽ ഈ 2 വർഷം കൊണ്ട് 115.7 കോടി രൂപയുടെ കയർ ഭൂവസ്ത്രം നമ്മൾ വിതരണം ചെയ്തു കഴിഞ്ഞു, തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ചേർന്ന് തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി. ഇത് കൂടാതെ ഇതിന്റെ വിപണി കണ്ടെത്താൻ ചരിത്രത്തിൽ ആദ്യമായി നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിലാണെങ്കിൽ നമ്മൾ ഇവിടെ വരുത്തി. അവിടെ മണ്ണിടിച്ചിൽ തടയാൻ കയർ ഭൂവസ്ത്രങ്ങൾ വിനിയോഗിക്കാം. ആദ്യമായിട്ട് നമുക്ക് ഒറീസയിൽ മൈൻ മേഖലയിൽ കയർ ഭൂവസ്ത്രം മറ്റുള്ള സംരക്ഷണത്തിന് ഓർഡർ കിട്ടി. അങ്ങനെ ആ വിപണി ശക്തിപ്പെടുത്താനും സർക്കാർ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോ പുതിയ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ വേണം, അതിനുവേണ്ടി എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി ചർച്ച ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ ഭോപ്പാൽ അവരുടെ സഹകരണത്തോടെ നൂതനമായ ഡിസൈനുകൾ രൂപകൽപ്പന ചെയ്യുന്നു. 50 മാസ്റ്റർ ട്രെയിനേഴ്സിനെ ഈ സംഘങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്തു. അവർക്ക് 1 മാസത്തെ ട്രെയിനിങ് കൊടുത്തു. ആ മാസ്റ്റർ ട്രെയിനേഴ്സ് ഇനിയിപ്പോ സംഘങ്ങളിൽ പോയി എല്ലാവർക്കും ട്രെയിനിങ് നൽകി ലോക വിപണിക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ കൂടി ഇറക്കാനാണ് ശ്രമിക്കുന്നത്. എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ ഫോർ ഹാൻഡിക്രാഫ്റ്റ് ഈ മാസം ഡൽഹിയിൽ സംഘടിപ്പിച്ച സ്പ്രിംഗ് 2024 എന്ന വ്യാപാരമേളയിൽ ഇത്തരത്തിലുള്ള പുതിയ ഉൽപ്പന്നങ്ങൾ നമ്മൾ പ്രദർശിപ്പിച്ചു. അവർ പുരസ്കാരം നേടിയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും കൂടി ഈ പ്രതിസന്ധിയിലും ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കാം. സർ, ഇത് കയർ ബോർഡുമായി ചേർന്ന് പാലപ്പുഴയിലും ഹരിപ്പാട് ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഞങ്ങൾ അവരുടെ സഹായത്തോടുള്ള ക്ലസ്റ്ററുകൾ രൂപീകരിച്ചിട്ടുണ്ട്. 2 പ്രധാനപ്പെട്ട ക്ലസ്റ്ററുകൾ അവിടെ ആലപ്പുഴയിലും ഒന്ന് ഹരിപ്പാടുമായി. കയർ ബോർഡുമായി ബഹുമാനപ്പെട്ട മന്ത്രി ഒരു ചർച്ച ചെയ്ത് ഇപ്പം ആ ക്ലസ്റ്ററുകളുടെ പ്രവർത്തനം ഫലപ്രദമായി മുന്നോട്ട് പോകുന്നില്ല. അപ്പം കയർ ബോർഡുമായിട്ടൊന്ന് ചർച്ച ചെയ്ത് ഈ 2 പ്രധാനപ്പെട്ട ക്ലസ്റ്ററുകളുടെയും ആലപ്പുഴ ജില്ലയ്ക്ക് ഏറ്റവും ആവശ്യമായ തൊഴിലാളികളെ കൂടി ചേർത്തുള്ള ക്ലസ്റ്ററുകളാണ്, അതൊന്ന് ശക്തിപ്പെടുത്താനുള്ള നടപടി സ്വീകരിക്കുമോ? കയർ ബോർഡുമായിട്ടൊരു ചർച്ചയ്ക്ക് തയ്യാറാകും. പുറത്തേണ്ടതില്ലാന്ന് അങ്ങേക്ക് അറിയാലോ. ഇപ്പൊ നമുക്ക് കിട്ടേണ്ട വിഹിതം പോലും കിട്ടിയിട്ടില്ല. പാലപ്പുഴ ജില്ലക്കാരനായ പ്രൊഫസർ പി ബാലചന്ദ്രൻ എന്റെ ചെയർമാനായിരുന്നു, AC ജോസേട്ടൻ എന്റെ ചെയർമാനായിരുന്നു. ഞാൻ MP ആയിരിക്കുമ്പോൾ ആ ബോർഡിൽ 6 വർഷം മെമ്പറായിരുന്ന ആളാണ്. അന്ന് കേരള താല്പര്യങ്ങൾക്ക് ഒരു ഊന്നൽ കെയർ ബോർഡിനകത്ത് ഉണ്ടായിരുന്നു. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരാളാണ് കെയർ ബോർഡിന്റെ ചെയർമാൻ. നമുക്ക് കേരളത്തിന്റെ ഒരു കാര്യവും അതിനകത്ത് അജണ്ടയിൽ കൊണ്ടുവരാൻ കഴിയുന്നില്ല. ക്ലസ്റ്റർ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നതാണ്. ക്ലസ്റ്റർ വന്നാൽ കോമൺ ഫെസിലിറ്റി സെന്റേഴ്സ് വരും, അതോടൊരു പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയും, സ്വാഭാവികമായിട്ട് പ്രൊഡക്റ്റിന്റെ വില കുറയും. അതിന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. കെയർ ബോർഡ് ചെയർമാനുമായി വീണ്ടും ചർച്ച ചെയ്യാം. നമുക്ക് അർഹതമായ കാര്യങ്ങൾ കിട്ടുന്നതിനും ഇത്തരം ആശയങ്ങൾ വിപുലപ്പെടുത്തുന്നതിനും അത്തരം ചർച്ചയിൽ അങ്ങയുടെ മണ്ഡലവുമായി ബന്ധപ്പെട്ട പ്രത്യേകമായ ഏതെങ്കിലും കാര്യമാണെങ്കിൽ അങ്ങയെയും ആ ചർച്ചയിലേക്ക് വിളിക്കുന്നതിന് ഗവൺമെന്റിന് സന്തോഷമേ.